പഴയ കാലത്ത് വീട്ടിൽ നിന്ന് മൃതദേഹം എടുത്ത് പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു കൊടി പിടിച്ചിരുന്നു. ആ കൊടിയിൽ ഒരു ആലേഖിതം ഒരു വാചകം എഴുതിയിട്ടുണ്ട്: ഇന്ന് ഞാൻ നാളെ നീ, ഇന്ന് ഞാൻ നാളെ നീ. ഇത് എന്നോട് പറയുന്നത് ഞാൻ ഇന്ത്യയിലെ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ഒരുവനാണ്. നിങ്ങളും അതുപോലെ ന്യൂനപക്ഷ സമുദായങ്ങളിൽ ഒന്നാണ്. നിങ്ങൾക്കെതിരെയായിട്ടാണ് ഇപ്പോൾ വഖഫ് ബില്ല് കൊണ്ടുവന്നിരിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കെതിരായി കൊണ്ടുവന്നു, നാളെ എനിക്കെതിരായിട്ടായിരിക്കും എന്ന വ്യക്തമായി അറിയാവുന്ന ഒരു വൈദികനാണ്, ക്രിസ്ത്യാനിയാണ് ഞാൻ. ഇതറിയാൻ പാടില്ലാത്തവർ ഞങ്ങളുടെ ഇടയിലുണ്ട് എന്ന കാര്യവും ഞാൻ മറക്കുന്നില്ല. ഇവിടെ എന്നെ ആകുലപ്പെടുത്തുന്ന ഒരു പ്രതിസന്ധിയാണ് ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യയിലെ പൗരന്മാരായ നമ്മളെല്ലാവരും പല മതക്കാർ, പല ജാതിക്കാർ, പല പ്രദേശത്തുകാർ, പല ഭാഷ സംസാരിക്കുന്നവർ, പല നിറമുള്ളവർ ഒക്കെയാണ്. ഈ വൈവിധ്യങ്ങളുടെ ഇടയിലും നമ്മളെല്ലാവരും സഹോദരീ സഹോദരന്മാരാണ് എന്ന വിശ്വാസത്തിൻ്റെ ഒരടിസ്ഥാനത്തിലാണ് നിങ്ങളും ഞാനും ഇവിടെ നിൽക്കുന്നത്. അങ്ങനെയുള്ളത് എൻ്റെ പെങ്ങന്മാരും എൻ്റെ ചേട്ടന്മാരും അനിയന്മാരും സഹോദരന്മാരുമാണ് ഇവിടെ ഉള്ളത് എന്ന വലിയ വിശ്വാസത്തിൻ്റെ പേരിലാണ് ഞാനിവിടെ വന്നു നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്കൊരു ദുഃഖമുണ്ടാകുമ്പോൾ ആ ദുഃഖത്തിൽ മാറി നിന്ന് ചിരിക്കാനല്ല ഞാൻ ശ്രമിക്കേണ്ടത്, ആ ദുഃഖത്തിൽ പങ്കുചേരുന്നുകൊണ്ട് നിങ്ങളോടൊപ്പം നിൽക്കാനാണ്. അത് വലിയൊരു കാര്യമാണ്. ഇന്ന് ഭാരതത്തിൽ നിരന്തരം ഉണ്ടാകുന്നത് പരസ്പരം അകറ്റാനും വെറുക്കാനുമുള്ള പാഠങ്ങളും അതിനുള്ള നിരന്തരമായ സമ്മർദ്ദങ്ങളുമാണ്. പരസ്പരം വെറുക്കാൻ പഠിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിൽ, രാഷ്ട്രീയ സംസ്കാരത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. അങ്ങനെ വെറുക്കാൻ പഠിപ്പിക്കുകയും പരസ്പരം അകറ്റാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യമായ, രാഷ്ട്രീയമായ, സാംസ്കാരികമായ പശ്ചാത്തലത്തിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു കാര്യം പറയാനാണ്. നമ്മളെ അങ്ങനെ അകറ്റാൻ ആര് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിജയിപ്പിക്കാതിരിക്കാനുള്ള ഉത്തരവാദിത്വവും നമ്മുടേത് തന്നെയാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും ഒന്നാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ആ ഐക്യത്തിൽ നിലനിർത്തുകയും ആ വിശ്വാസത്തോടുകൂടി പരസ്പരം സഹായിച്ചും പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം സംസാരിച്ചും ജീവിക്കാൻ നമ്മളെല്ലാവരും ശ്രമിക്കണം. അതിന് വിഘാതമായ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മൾ മനസ്സിലാക്കിക്കേണ്ടതാണ്, അവരത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്.